Hi guys, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അക്ബർ ഷിബിർ. നമ്മൾ കുറച്ച് ദിവസം മുമ്പായിട്ട് ടെലിഗ്രാമിൻ്റെ ഒരു ഫയൽസ് റീനെയിം ബോട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ആദ്യമൊക്കെ വർക്കിംഗ് ആയിരുന്നു, പിന്നീട് ഇപ്പോൾ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിനെ പറ്റി ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടാണ്, അതായത് പെയ്ഡ് അല്ലാത്ത ഒരു അൺപെയ്ഡ് ആയിട്ട് ബോട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് ചിലപ്പോൾ സ്ലോ ആവാം, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വർക്ക് വരുന്ന കാരണം കൊണ്ട് അത് വർക്കിംഗ് അല്ലാതെ ഇരിക്കാം. അപ്പോൾ അതൊരു അൺപെയ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ബോട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത്. അൺപെയ്ഡ് അല്ലാത്ത വേറെ മറ്റു ചില ബോട്ടുകളുണ്ട്. അപ്പോൾ ആ ബോട്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ ഒരു ബോട്ട് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 2-3 ബോട്ട് നമ്മുടെ അറിവിലുണ്ട്. അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബോട്ടാണ്. എടുക്കും ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ ഒരു മിനിറ്റാണ് ടൈം എടുക്കുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഫയൽ 200 സംതിങ് MB ഉള്ള ഒരു ഫയലാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മൾ ബോട്ടുകളിൽ റീനെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആവും. കാരണം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലോ ആവും. നമ്മൾ മാക്സിമം 12 മണിക്ക് ശേഷം, അതുപോലെ തന്നെ രാവിലെ ടൈമുകളിലൊക്കെ നമ്മൾ റീനെയിം ബോട്ടൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡ് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മുടേത് സ്റ്റാർട്ടിങ് അപ്ലോഡ് കാണിക്കുന്നുണ്ട്. റീനെയിം ആയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടിങ് അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫയൽ. ഓക്കെ, അപ്ലോഡിങ് കണ്ടിന്യൂ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫയൽ അപ്ലോഡിങ് ആയിട്ട് നമുക്ക് റിട്ടേൺ സെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ കൊടുത്ത തംബ്നെയിലും ഞാൻ കൊടുത്ത നെയിമും കറക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് രണ്ടാമത് പരിചയപ്പെടുത്താൻ പോകുന്നത് HK റീനെയിം ബോട്ട്. ഇതിൻ്റെ യൂസർ നെയിം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ യൂസർ നെയിം.
ഇനി ഇതിൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ കയറുമ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ഇനി ഇതിൽ നമുക്ക് കസ്റ്റം തംബ്നെയിൽ സെൻഡ് ചെയ്യാം. ഞാനിത് ചൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാം തംബ്നെയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്കൊരു ഫയൽ റീനെയിം ഇതിന് സെൻഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് റീനെയിം സെൻഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ നെയിം തന്നെ ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഫയൽ അപ്ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ കൊടുത്ത തംബ്നെയിലും അതേപോലെ തന്നെ എൻ്റെ പേരും ഇവിടെ റീനെയിമായിട്ട് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ബോട്ടിൽ ഇത്ര ചെയ്യാനുള്ളൂ. ഇനി അടുത്ത ബോട്ട് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫയൽ റീനെയിമർ ബോട്ടാണ്. അപ്പോൾ ഞാനന്ന് അതിൻ്റെ റീനെയിം കാണിച്ചു തരാം. ഫയൽ റീനെയിമർ ബോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. യൂസർ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് വരും. ഇനി ഇതിൽ അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇതിലേക്ക് ഒരു തംബ്നെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തംബ്നെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഒരു ഫയൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതിൽ നമുക്ക് റീനെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, റീനെയിം ഫയൽ എന്നുള്ളത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും റീനെയിം ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് റീനെയിം ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് റീപ്ലേ യുവർ കസ്റ്റം ഫയൽ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ റീനെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഡോണ്ട് സ്പാം ഹിയർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആ ഒരു അക്ബർ ഷബീർ എന്ന് എഴുതിയിട്ട് അവിടെ .mkv എന്ന് എഴുതണം. അതായത് നമ്മൾ ഫയൽ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റീപ്ലേ യുവർ കസ്റ്റം ഫയൽ നെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലൈ കൊടുക്കാം. എന്നിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം. ശ്രദ്ധിക്കണം, റീപ്ലൈ യുവർ കസ്റ്റം ഫയൽ നെയിമിൽ വേണം റീപ്ലൈ കൊടുക്കാൻ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം റീനെയിമിന്ന് നിങ്ങൾക്കൊരു ഓപ്ഷൻ അവിടെ കാണാം. ഇപ്പോൾ ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫയൽ ഇപ്പോൾ അപ്ലോഡിങ് ആവുന്നുണ്ട്. 20% ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫയൽ അവിടെ റീനെയിം ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത തംബ്നെയിലും അതുപോലെ തന്നെ റീനെയിമും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോട്ട് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് MFB ആൾ ഇൻ വൺ ബോട്ടാണ്. അതിൻ്റെ യൂസർ നെയിം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. MFB DL ബോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടില്ല. ഞാനൊന്ന് സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ബോട്ട് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാവും. ഞാൻ മുന്നേ പറഞ്ഞത് ഇതുപോലെയാവും. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുത്താൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും. ഇനി ഇതിൽ നമുക്ക് ഒരു തംബ്നെയിൽ ഫസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, നമ്മുടെ തംബ്നെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഇനി തംബ്നെയിൽ അവിടെ സേവ് ആയിട്ട് നമുക്ക് കാണാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫയൽ അയച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഫയൽ അയച്ചിട്ടും ബോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. മറ്റു ബോട്ടുകളൊക്കെ നമ്മൾ ഫയൽ അയച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ കാണുന്ന സ്ലാഷ് കീയിലൊന്ന് പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ വരുന്ന ഫങ്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇതിൽ വരുന്ന ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫയലിൽ ലോങ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ റീപ്ലേയിൽ ക്ലിക്ക് ചെയ്യാം. റീപ്ലേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഷ് കൊടുക്കുക, എന്നിട്ട് റീനെയിം എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട പേര് സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിലെ ഫോർമാറ്റ്. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡിങ് ആണ്. ഓക്കെ, നമ്മുടെ ഫയൽ അതാ റീനെയിം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. തംബ്നെയിലും നമ്മൾ കൊടുത്ത തംബ്നെയിലും അതുപോലെ തന്നെ റീനെയിമും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബോട്ട് നോക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ഒരു ബോട്ടുണ്ട്, അതും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ലാസ്റ്റത്തെ ബോട്ട് റീനെയിമർ ബോട്ടാണ്. നിങ്ങൾക്കിവിടെ കാണാം, റീനെയിമർ ബോട്ട്. ഇതിൻ്റെ യൂസർ നെയിം ഒന്ന് കാണിച്ചു തരാം. സെയിം തന്നെയാണ്, റീനെയിമർ ബോട്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇനി നമുക്കിതിൽ ഒരു തംബ്നെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തംബ്നെയിൽ സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫയൽ അയച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ റീനെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം, ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്ക് ജസ്റ്റ് റീനെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ റീനെയിം ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സെൻഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്ലീസ് വെയിറ്റ്, യു ആർ ഇൻ ക്യൂ. അതായത് 446 ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവർ യൂസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിൽ റീനെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഈ ഒരു ബോട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ വെയിറ്റിംഗ് ആവും, ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട്. ഞാനിത് മിനിമൈസ് ചെയ്തിട്ട് വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് റീനെയിം ചേഞ്ച് ആയോ ഇല്ലേ എന്നുള്ള ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മൾ ആ ഒരു ബോട്ടിൽ റീനെയിം ചേഞ്ച് ആയതും അതുപോലെ തംബ്നെയിൽ ചേഞ്ച് ആയതും. ഈ ഒരു ബോട്ട് വളരെ സ്ലോ ആണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ബാക്കിയുള്ള എല്ലാ ബോട്ടുകളും ചിലത് സ്ലോ ഉണ്ട്, ചിലത് സ്പീഡാണ്, അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഡൗൺലോഡിംഗ് ഒക്കെ പെട്ടെന്നാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോ ലെങ്ത്ത് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട സ്പീഡ് ബോട്ടുകളാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട, ഫ്രീ ആയിട്ടുള്ള ബോട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.